നിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ദുർഭൂതമേ, നിനക്ക് മറ്റു പേരൊന്നുമില്ലെങ്കിൽ നിന്നെ ഞാൻ ചെകുത്താനെന്ന് വിളിക്കാം. ഇംഗ്ലീഷ് എഴുത്തുകാരനും നാടകകൃത്തുമായ ശ്രീ വില്യം ഷേക്സ്പിയറിൻ്റെ വാക്കുകളാണിവ. നമ്മുടെ കൊച്ചു കേരളം സാക്ഷരതയിലും ആരോഗ്യ പരിപാലന രംഗത്തും ഇന്ത്യയിലെ തന്നെ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്നുവെന്ന് അഭിമാനിക്കുമ്പോൾ തന്നെ മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലും സംസ്ഥാനത്തിൻ്റെ സ്ഥാനം ഒന്നാമതാണെന്നുള്ളത് ലജ്ജാവഹമായ ഒരു വസ്തുതയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ ഡ്രഗ്സി എന്ന പദം കൊണ്ട് അർത്ഥമാക്കിയിരുന്നത് ജീവൻ രക്ഷാ ഉപാധികളെയായിരുന്നു. എന്നാൽ ഇന്ന് ഇളം തലമുറയെ വിടരുന്നതിന് മുൻപേ തല്ലിക്കൊഴിക്കുവാൻ കേൾപ്പുള്ള മയക്കുമരുന്നിനെയാണ് നാം ഡ്രഗ്സി എന്ന ഓമന പേരിട്ട് വിളിക്കുന്നതെന്നത് എത്ര വിരോധാഭാസമാണ്. പുകയില, മദ്യം, മയക്കുമരുന്ന്, വിവിധയിനം കുത്തിവയ്പ് മരുന്നുകൾ, കൂടാതെ സ്റ്റിക്കറിൻ്റെയും പൊട്ടിൻ്റെയും രൂപത്തിൽ വരെ ഇവ നമ്മുടെ കൈകളിലെത്തുന്നു. എന്തിനേറെ, സ്കൂളിനടുത്തുള്ള പെട്ടിക്കടയിലെ മിഠായിയിൽ പോലും ലഹരിയുടെ അംശം കണ്ടുവരുന്നു. ലഹരിയുടെ ആലസ്യത്താൽ ക്ലാസ് മുറിയിലെ അവസാന ബെഞ്ചിൽ മതികെട്ടുറങ്ങുന്ന 14കാരനും ലഹരി നിഷേധിച്ചതിൻ്റെ പേരിൽ പെറ്റമ്മയെ ചൂലുകൊണ്ടും വിറകുകൊണ്ടും മർദ്ദിച്ചവശയാക്കുന്ന 15കാരിയും ഉണ്ടാകുന്നത് നമ്മുടെ കൺമുന്നിലാണ്. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണം. അതിന് എല്ലാ വർഷവും ജൂൺ 26 ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചതുകൊണ്ടോ വർഷത്തിൽ 2-3 പ്രാവശ്യം ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുത്തതുകൊണ്ടോ ആയില്ല. ലഹരിക്കടിമപ്പെട്ടവരെ ചികിത്സിക്കുക, അതിൻ്റെ ആസക്തിയിൽ നിന്ന് അവരെ മോചിപ്പിക്കുക, പുനരധിവസിപ്പിക്കുക, ഓജസ്സും തേജസ്സും ഉള്ളവരായി അവരെ തിരികെ കൊണ്ടുവരിക. അതിനായി ലഹരി വർജനം ലക്ഷ്യമാക്കി കേരള സംസ്ഥാന എക്സൈസ് വകുപ്പ് 2016 ആരംഭിച്ച വിമുക്തി മിഷന്റെ കർമ്മ പദ്ധതികളിൽ ഏറെ ശ്ലാഘനീയമായതും പുതുമയുള്ളതുമായ ഒരാശയമാണ് ലഹരി വിമുക്ത കേരളം എന്ന സന്ദേശം. 75,000-ഓളം പേർ ലഹരി വിമുക്ത മിഷന്റെ കീഴിൽ ചികിത്സിക്കാൻ എത്തിയെന്നതും ഏറെ പ്രശംസനീയമാണ്. ലഹരി വസ്തുക്കളുടെ ഉറവിടം കണ്ടെത്തി അവ ഇല്ലായ്മ ചെയ്യുന്നതിലൂടെയും ലഹരിക്കെതിരെ മാനസിക ഉപരോധം സൃഷ്ടിക്കുന്നതിലൂടെയും ലഹരി എന്ന വിപത്തിനെ തുടച്ചു നീക്കാൻ നമുക്ക് സാധിക്കും. ഞാൻ തെറ്റ് ചെയ്യില്ലെന്ന ശപഥം ചെയ്താൽ അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന ഗാന്ധിജിയുടെ വാക്കുകൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.